വണ്ടിയിൽ ഫ്ലാഗ്, സ്റ്റിക്കർ, ബീക്കൺ ലൈറ്റ് ഇതൊക്കെ ഘടിപ്പിക്കാൻ ഇവർക്ക് എന്ത് അധികാരം? ഇവർ വോക്കി ടോക്കിയൊക്കെ പിടിച്ച് കാക്കി പാൻറ് വിട്ട് ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുക, അങ്ങനെ പൊതുജനങ്ങളെ പറ്റിക്കുകയാണ്. ഇവരെ നമ്മൾ വിളിക്കുമ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഇവർ വിളിക്കുമ്പം യഥാർത്ഥ മനുഷ്യാവകാശ കമ്മീഷൻ, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് ഇവർ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ പേരും പദവിയും ദുരുപയോഗം ചെയ്യുന്നുവെന്ന പരാതിയിൽ ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് എന്ന സംഘടനയ്ക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താൻ ഉത്തരവ്. പത്തനംതിട്ട സ്വദേശിയും കലാകാരനുമായ താജു പത്തനംതിട്ട നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് എന്ന ഈ സംഘടനയുടെ ഭാരവാഹികൾ ആളുകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായും തട്ടിപ്പ് നടത്തുന്നതായുമാണ് താജുദ്ദീൻ പരാതി ഉന്നയിച്ചത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്താൻ തന്നെ ഉത്തരവിട്ടിരിക്കുന്നത്. എന്താണെങ്കിലും പരാതിക്കാരൻ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. താങ്കളും ഈ ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് എന്ന് പറഞ്ഞ സംഘടനയും തമ്മിലൊരു പ്രശ്നത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? എൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ മല്ലപ്പള്ളിയിലൊരു സ്ഥാപനത്തിൽ ഞാൻ പഠിപ്പിക്കാൻ പറ്റുന്നു അവധിക്കാലത്തിൽ. അവിടെ വെച്ച് എൻ്റെ മകന് ശാരീരിക പീഡനം ഉണ്ടാകുകയും അതിനെതിരെ ഞാൻ പോലീസിൽ പരാതി കൊടുക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും സ്ഥാപനം ജില്ലാ കളക്ടർ അടച്ചുപൂട്ടുകയും ചെയ്തു. ഈ സമയത്ത് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഈ മനുഷ്യാവകാശ ചെയർമാൻ എന്ന് പറഞ്ഞ ഷാജി ജേക്കബ് എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹം എന്നെ ഫോണിൽ വിളിക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും സ്ത്രീ പീഡനത്തിന് എന്നെ അകത്താക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതനുസരിച്ചാണ് ഇദ്ദേഹത്തിനെതിരെ ഞാൻ പരാതിയുമായിട്ട് പോയത്. ഇദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇവർ ഈ ഫോൺ വിളിക്കുന്ന ആൾക്കാരുടെ മൊത്തം ഇവർ പറയുന്നത് ഡൽഹി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്, ലീഗൽ അതോറിറ്റിയിൽ നിന്ന് വിളിക്കുകയാണെന്ന് പറയുന്നു. ശരിക്കും ഇവർ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർന്ന് വെക്കാനുള്ള യാതൊരു അധികാരമില്ല. ഇവരൊരു ട്രസ്റ്റ് രൂപീകരിച്ച് നടത്തുന്ന വെറും കുടുംബ ട്രസ്റ്റ്, ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലൊരു ട്രസ്റ്റായിട്ട് രൂപീകരിച്ചുകൊണ്ടുള്ള ട്രസ്റ്റ് മാത്രമാണ് ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് HRC. അപ്പോൾ ഇവർ പറയുന്നത് HRC എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് എന്നാണ്. അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവരെ ഈ ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് എന്ന് പറയുന്ന സംഘടന മനുഷ്യാവകാശ കമ്മീഷനാണെന്ന് അവരുടെ പേരും പദവിയും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നുള്ള ഉത്തമ ബോധ്യമുള്ളതിനാൽ, പരാതിയുള്ളതിനാൽ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ ഉത്തരവിട്ടതാണ് ഇവരുടെ സംഘടനയെ കരിമ്പട്ടികയിൽപ്പെടുത്താനും സംസ്ഥാന ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനും. പക്ഷേ അന്ന് 2024 സർക്കാർ ഈ കേസ് എടുത്തില്ല. അതിനെതിരെ എൻ്റെ ഒറ്റയാൾ പോരാട്ടം, ഞാൻ ഫൈറ്റ് ചെയ്ത് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഞാൻ നിരന്തരം പരാതി കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് ഉത്തരവിടുകയും അതനുസരിച്ച് DGP ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടുകയും ചെയ്തിരിക്കുകയാണ്. 1 2 3 കേസാണ് ഇവർക്കെതിരെ നിലവിൽ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ച് ഉത്തരവായിരിക്കുന്നത്. അവർ തന്നെ പല വീഡിയോകളിൽ പറയുന്നുണ്ട് 17 സംസ്ഥാനങ്ങളിൽ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേരളത്തിൽ മാത്രമേ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനെതിരെ പ്രശ്നങ്ങളുണ്ടെന്നും. ഇവർ വണ്ടിയിൽ ഫ്ലാഗ്, സ്റ്റിക്കർ, ബീക്കൺ ലൈറ്റ് ഇതൊക്കെ ഘടിപ്പിക്കാൻ ഇവർക്ക് എന്ത് അധികാരം? അതുപോലെ തന്നെ ജനങ്ങളെ നിന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തുക, അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് പണം തട്ടുക, ഇതിൻ്റെയൊക്കെ ധാരാളം തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പൈസ 25,000 മേടിക്കുന്നുണ്ട്, 1 ലക്ഷം മേടിച്ച കേസുണ്ട്. അങ്ങനെ ഒരുപാട് പൈസകൾ മേടിക്കുക. പണം മേടിക്കുന്ന പറഞ്ഞാൽ ഇരു കക്ഷികളെ ഇവർ കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അടിമാലിയിൽ ഒരു സ്ത്രീയുടെ ഹസ്ബൻഡിനെ കാണാൻ പോയി. ഇയാൾ ഉടനെ വിളിക്കുകയാണ്, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് അദ്ദേഹം പറയുന്നത്, നാഷണൽ ചെയർമാനാണെന്ന്. അങ്ങനെ വിളിക്കുന്ന ആൾക്കാരോട് പല കാര്യങ്ങൾ പറഞ്ഞാണ് ഇദ്ദേഹം ഞാൻ ശരിയാക്കി തരാം, ഇപ്പോൾ ശരിയാക്കി തരാം, ഞാൻ റെഡിയാക്കാമെന്ന് പറയും. ഇരു കക്ഷികളെ വിളിച്ച് 2 പേരുടെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പാണ് മെയിൻ പരിപാടി. അതിൻ്റെ ധാരാളം തെളിവുകൾ എനിക്ക് പൊതുജനങ്ങൾ നൽകിയിട്ടുണ്ട്. ഡൽഹി വരെ ഞാൻ പോയതാണ്. ഇവർ ഡൽഹി ചെല്ലുമ്പോഴാണ് ഇവർ വോക്കി ടോക്കിയൊക്കെ പിടിച്ച് കാക്കി പാൻറ് വിട്ട് ഒരു തീസസാരി കോർട്ടിൻ്റെ അവിടെ ചെന്ന് കറങ്ങി നിൽക്കുക, അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുക, അങ്ങനെ പൊതുജനങ്ങളെ പറ്റിക്കുകയാണ്. ഇവരെ നമ്മൾ വിളിക്കുമ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഇവർ വിളിക്കുമ്പം യഥാർത്ഥ മനുഷ്യാവകാശ കമ്മീഷൻ, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് ഇവർ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ ഭയപ്പെടുത്തൽ എനിക്കെതിരെയും ഉണ്ടായി. എൻ്റെ കുടുംബജീവിതം വരെ തകർക്കാൻ നോക്കിയ, എനിക്കെതിരെ വ്യാജ പരാതികൾ കൊടുക്കുക, ഇതിന്മേൽ അന്വേഷണം നേടുക, എൻ്റെ ജോലി കളയിപ്പിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെ ഇവർക്കെതിരെ തിരിയുന്നവരെല്ലാം ഇവർ സാധാരണ സ്ത്രീ പീഡന കേസിലൊക്കെ പെടുത്തി അവർ ആ പരാതിയിൽ നിന്നും തണുപ്പിക്കാൻ നോക്കും. പക്ഷേ എന്നെ ആ രീതിയിലൊക്കെ കുരുക്കാൻ നോക്കിയിട്ടും ഞാൻ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ട് നിൽക്കുന്ന ഒരു സാധാരണക്കാരെ ഇവരെന്ത് ചെയ്യും? ഫോൺ ചെയ്തിട്ട് FIR ഇടും, നിങ്ങളെ ജയിലിലടയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ സാധാരണപ്പെട്ട ആളുകൾ പേടിച്ചു പോകും, ഭയന്നു പോകും. അതാണ് ഇവർ ആ ഒരു ഭയത്തെയാണ് ഇവർ നിർത്തിക്കൊണ്ട് ഇവരിൽ നിന്ന് പണം തട്ടുന്നത്. ചെറിയ നിസ്സാര കേസുകൾപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ മദ്യമയക്കും വരെ ഞങ്ങൾ എന്തെങ്കിലും ഒരു കേസിൽപ്പെട്ട ആൾക്കാർ ഇവർ വിളിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, ഞങ്ങൾ രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞ് അവരെ സഹായിക്കുക. ഇരു കക്ഷികളിലെയും കൂടെ നിന്നുകൊണ്ട് ഇവർ പൈസ ഉണ്ടാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഈ സംഘടനയ്ക്കെതിരെ മറ്റ് പോലീസ് കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് നിരവധി സ്റ്റേഷനുകളിൽ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ കേസ് ചെയ്തിട്ടുണ്ട്, കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്ററുണ്ട്, പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്ത പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഹിൽ പാലസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കോഴിക്കോടുണ്ട്. അങ്ങനെ നിരവധി കേസുകളുണ്ട്. നിരവധി കേസുകൾ മേൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി.
ഇവർ ഈ കേസിനൊന്നും സ്റ്റേഷനിൽ വരികയോ ജാമ്യം എടുക്കുകയോ ചെയ്യുന്നില്ല. അബ്സ്കൗണ്ടിംഗ് എന്നാണ് പത്തനംതിട്ട പോലീസ് ഇപ്പോൾ ഇവർക്ക് കോയിപ്പുറ പോലീസും ഇവർ അബ്സ്കൗണ്ടിംഗ് എന്നാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയിൽ. താങ്കളുടെ മകനെ നോക്കാൻ ഏൽപ്പിച്ച സ്പെഷ്യൽ സ്കൂൾ, ആ സ്കൂളിൽ നിന്ന് മകന് നേരിടേണ്ടി വന്ന പീഡനം, ആ പീഡനത്തെ തുടർന്ന് താങ്കൾ പരാതി കൊടുക്കുന്നു, ആ സ്ഥാപനം പൂട്ടിക്കുന്നു. ഇതിലുള്ള വിരോധമാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് തുടക്കമായത്. തീർച്ചയായിട്ടും ഈ ഒറ്റ വിരോധത്തിലാണ് രാഹുൽ എൻ്റെ അടുത്ത് വരികയും എന്നെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. അല്ല, ഇദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഒന്നുമില്ല. എൻ്റെ കുടുംബജീവിതം വരെ തകർക്കാൻ നോക്കി. ഞാനിതിലൊന്നും ഭയന്നില്ല, പേടിച്ചില്ല. അതാണ് എൻ്റെ അകത്ത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടപ്പോൾ തന്നെ ഞാൻ വിജയിച്ചു. ഞാൻ ഇത്രയും നാളും 2 വർഷമായി നടത്തിയ എൻ്റെ ഒറ്റയാൽ പോരാട്ടം വിജയിച്ചു. അതിനെന്നും നന്ദി മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഈ ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് എന്ന സംഘടനയ്ക്കെതിരെയുള്ള ധാരാളം തെളിവുകൾ എൻ്റെ കൈവശമുണ്ട്. അതൊക്കെ ബഹുമാനപ്പെട്ട സംസ്ഥാന ക്രൈംബ്രാഞ്ചിൻ്റെ ഞാൻ ഏൽപ്പിക്കും. ആ നിയമ പോരാട്ടവുമായി ഞാൻ മുന്നോട്ട് പോകും. എനിക്ക് ധാരാളം വധഭീഷണികൾ വരുന്നുണ്ട്. ഹിന്ദിയിൽ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അതാത് സമയത്ത് പോലീസിൽ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയമില്ല. ഏതായാലും സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെ, കേരള സർക്കാരിലെ, കേരള പോലീസിലെ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ തീർച്ചയായിട്ടും എല്ലാ തെളിവുകളും, ഇവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഞാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതായിരിക്കും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പേരും പദവിയും ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതിയിൽ ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് എന്ന ഈ സംഘടനയ്ക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറാമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.